Today we are going to learn Unit 9 of the block BSOE 148 Social Stratification, and Unit 9 is dealing with the gender and inequalities. After going to this unit, you should be able to discuss the meaning and definition of sex role. Sex role meaning, definitions ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. Then elaborate reasons for sex role stereotypes. Sex role stereotypesന്റെ കാരണങ്ങൾ എന്തെല്ലാം, അതുപോലെ elaborate reasons for discuss various theories regarding sex roles. സെക്സ് റോൾസിനെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള തിയറീസ് ഏതെല്ലാം നോക്കാം നമുക്ക്. Then outline the sexual division of labor and gender stratification and explain the subjugation of women in different societies. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. എവരി ഹ്യൂമൻ ബീങ് ഈസ് എ മാൻ ഓർ വുമൺ ബൈ സെക്സ്. The part played by an individual in the course of social interaction is called as role. Men and women play different roles. അപ്പോൾ എവരി ഹ്യൂമൻ ബീങ് ഈസ് എ മാൻ ഓർ വുമൺ ബൈ സെക്സ്. അപ്പോൾ ലിംഗം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും നമുക്ക് ഒന്നില്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് തരംതിരിക്കാം. The part played by an individual in the course of social interaction is called as role. Men and women play different roles. അപ്പോൾ ജീവിതത്തിൽ ഓരോ കൂട്ടർ, അതായത് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, പുരുഷന്മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് അവരുടെ റോള്, വേഷങ്ങൾ എന്ന് പറയാം നമുക്ക്. അവരുടെ റോൾ, അവരെന്താണ് ചെയ്യുന്നത്. മെൻ ആൻഡ് വുമൺ പ്ലേ ഡിഫറെൻറ്റ് റോൾസ്. പുരുഷൻ്റെ വേഷമല്ല സ്ത്രീക്കുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്ത റോളുകളാണ് സമൂഹത്തിൽ നിർവഹിക്കാനുള്ളത്. സെക്സ് റോൾ ഈസ് ദ റോൾ പ്ലേഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഡ്യൂ ടു ഹിസ് ഓർ ഹെയർ സെക്സ്. സെക്സ് റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ സെക്സ് അനുസരിച്ച്, പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ സ്വഭാവം കാണിക്കുക, സ്ത്രീയാണെങ്കിൽ സ്ത്രീ വേഷത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ലേറ്റർ ദെയർ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് റോൾ സ്റ്റീരിയോ ടൈപ്സ്. പിന്നീടാണ് ഇങ്ങനെ സെക്സ് റോൾ തന്നെ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് പുരോഗമിച്ചത്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രൂപം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പം സ്ത്രീ അബലയാണ്, അല്ലെങ്കിൽ ചബലയാണ്, അല്ലെങ്കിൽ പുരുഷൻ ശക്തനാണ്, മേധാവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റോളുകൾ അങ്ങോട്ട് കൽപ്പിച്ച് നൽകുക. അതിനെയാണ് അത് ഒരു സ്ഥിര രൂപമായിട്ട് നൽകുന്നത്. അതിനെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ലേറ്റർ ദർ ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് റോൾ സ്റ്റീരിയോ ടൈപ്പ്. ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ദ മെൻസ് റോൾ ആർ ഗിവൺ എ ഹയർ സ്റ്റാറ്റസ് ആൻഡ് വാട്ട് എവർ എ വുമൺ ഡസ് ഈസ് റേറ്റഡ് ആസ് ലോ. അപ്പം ഇൻ എ മെയിൽ ഡോമിനേറ്റഡ്, പുരുഷന് മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ പുരുഷന്റെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അയാളുടെ റോൾ എപ്പോഴും ഹയർ സ്റ്റാറ്റസ് ഉള്ളതും സ്ത്രീയുടേത് താഴ്ന്ന സ്റ്റാറ്റസ് ഉള്ളതായിട്ടുമാണ് പരിഗണിച്ചിരുന്നത്. Anatomical difference were for a long time viewed as intimately related to difference in emotional and intellectual capacities as well as differences in physical abilities. അപ്പോൾ anatomical differences, ഫിസിക്കലായിട്ടുള്ള ശാരീരിക ഘടന അനുസരിച്ചിട്ടുള്ള വ്യത്യാസം were for a long time viewed as intimately related to difference in എമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റീസ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് തന്നെ ശാരീരികമായിട്ടുള്ള ആ വ്യത്യാസം, അപ്പം അത് അനുസരിച്ച് വികാരപരമായിട്ടും ബുദ്ധിപരമായിട്ടും എല്ലാം ഫിസിക്കൽ എബിലിറ്റീസിലും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. ദ ടാസ്ക് ആൻഡ് റോൾ assigned to men and women in our own cultural tradition were assumed to be correlated highly with anatomically based aptitudes. അപ്പോൾ ശാരീരിക ഘടന അനുസരിച്ചാണ് ഏറെക്കുറെ മിക്കവാറും സമാജങ്ങളിൽ സ്ത്രീക്കും പുരുഷനും ഓരോരോ കാര്യങ്ങൾ, ടാസ്ക് ആൻഡ് റോൾസ് അസൈൻ ചെയ്തിട്ടുള്ളത്. The anatomical difference were for a long time viewed as intimately related to difference in emotional and intellectual capacities as well as differences in physical abilities. The patriarchy means to serve the interest of the male sex. അപ്പോൾ മെയിൽ സെക്സിന് മേധാവിത്വമുള്ള, അത് പുരുഷ മേധാവിത്വമുള്ള ആ ഫാമിലിക്കാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ പാട്രിയാർക്കി മീൻസ് ടു സെർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെയിൽ സെക്സ്. ദ സെക്സ് റോൾ
division is such that men are for production and women for reproduction. അപ്പോൾ സെക്സ് റോൾ ഡിവിഷൻ അനുസരിച്ച് പുരുഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്നവർ സ്ത്രീകൾ പ്രത്യുൽപാദിപ്പിക്കുന്ന ആളുകളായിട്ടാണ് കരുതപ്പെടുന്നത്. മെൻ ആർ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് വുമൺ ഫോർ റീപ്രൊഡക്ഷൻ. ദ അൺപെയ്ഡ് അൺസീൻ ഹൗസ് ഹോൾഡ് വർക്ക് ഈസ് കൺസിഡേർഡ് ലോവർ men, the work done by men outside the house. The unpaid unseen housework is considered lower man the work done by men outside the house. അപ്പം ശമ്പളമില്ലാതെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ജോലിനെ സാധാരണ താഴ്ന്ന ഒരു ജോലിയായിട്ടും അതിന് പ്രത്യേക ഒരു വരുമാനമില്ലാത്തതും അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. വുമൺ ആർ സെക്ച്വലി വൾണറബിൾ. Therefore, many societies put a lot of restrictions on them, and many rituals and taboos are linked to the various biological events in life. അപ്പോൾ women are sexually vulnerable. സെക്ഷലി സ്ത്രീകൾ ദുർബലരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ശരീരഘടന തന്നെ അങ്ങനെയാണ്. അപ്പോൾ ശക്തി കുറവാണെന്നുള്ളതാണ് പറയുന്നത്. Therefore, many societies put a lot of restrictions on them. അതുകൊണ്ട് തന്നെ പല സൊസൈറ്റികളും അവരുടെ മേൽ പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇവര് put a lot of restrictions on them, and many rituals and taboos are linked to the various biological events in life. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും പല രീതിയിലുള്ള റിച്വൽസും ടാബൂസും ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഈ ശക്തിയില്ലായ്മ അല്ലെങ്കിൽ ദുർബലതയെ കാണിക്കുന്ന രീതിയിലുള്ളത്. ഇനി തിയറീസ് ഓഫ് സെക്സ് റോൾസ്. അപ്പോൾ ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബയോളജിക്കൽ തിയറി ഓഫ് സെക്സും അതുപോലെ സോഷ്യോളജിക്കൽ തിയറി ഓഫ് സെക്സ് റോൾസുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ബയോളജിക്കൽ തിയറി ഓഫ് സെക്സ് റോൾസ് എന്താണെന്ന് നോക്കുക. ജോർജ് പീറ്റർ മർഡോക്ക് സീസ് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ ആസ് ദ ബേസിസ് ഫോർ സെക്ഷുവൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ തൊഴിലിൽ സെക്ഷുവൽ ഡിവിഷൻ വരാനുള്ള കാര്യം ബയോളജിക്കൽ ഡിഫറൻസസ് കൊണ്ടാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയ്ക്ക് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള ഒരു ഘടകം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പീറ്റർ മർഡോക്കിന്റെ അഭിപ്രായത്തിൽ ബയോളജിക്കൽ ഡിഫറൻസസ് കൊണ്ടാണ്. പുരുഷന്റെ ശരീരഘടന എങ്ങനെയാണ് അതുപോലെയല്ല സ്ത്രീയുടേത്. ഇവരുടെ രണ്ടുപേരുടെയും ശരീരഘടനയിലുള്ള വ്യത്യാസമാണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനായിട്ട്, സെക്ഷുവൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണമെന്നാണ് പീറ്റർ മർഡോക്ക് പറയുന്നത്. മെൻ ഹാവ് മോർ ഫിസിക്കൽ strength and therefore they take such roles which require physical strength. അപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ, ശക്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണ ആ റോൾസ് നിർവഹിക്കുന്നത് എപ്പോഴും പുരുഷന്മാരാണ്. വുമൺ ക്യാൻ ബിയർ ചിൽഡ്രൻ ആൻഡ് ദെയർഫോർ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ റേസിംഗ് ഓഫ് ഫാമിലി. അപ്പോൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, കുട്ടികളെ വളർത്തുക, നോക്കുക, ജനിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് സ്ത്രീയുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെ അംഗസംഖ്യയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അതാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ പറയുന്നത്. ലയനറ്റ് ടൈഗർ ആൻഡ് റോബിൻ ഫോക്സ് സേ ദാറ്റ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് പ്രോഗ്രാം ഹ്യൂമൻ ബിഹേവിയർ ത്രൂ ദർ മേ ബി കൾച്ചറൽ വേരിയേഷൻസ്. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഹ്യൂമൻ ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ദർ മേ ബി കൾച്ചറൽ വേരിയേഷൻസ്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഒരു കൾച്ചറൽ വേരിയേഷൻസും കൂടി ഉള്ളത് കൊണ്ടാണ്. ദേ കോൾ ഇറ്റ് ഹ്യൂമൻ ബയോഗ്രാമർ ആൻഡ് മിയർ ഈസ് സം ഡിഫറൻസ് ഇൻ ദ ബയോഗ്രാമർ ഓഫ് മെൻ ആൻഡ് വുമൺ. അപ്പോൾ ഏതാണ്ട് വളരെ അപൂർവമായിട്ടുള്ള ചില കൾച്ചറൽ വേരിയേഷൻസും ഉണ്ട്. എന്നാലും ഇതുപോലെയുള്ള ബയോളജിക്കൽ ഡിഫറൻസസ് ആണ് കൂടുതലും ഇവരുടെ സെക്സ് റോൾസ് ഡിഫറൻ്റ് ആയിട്ട് വരാനുള്ള കാരണമെന്നാണ് ലയനൽ ടൈഗർ ആൻഡ് റോബിൻ ഫോക്സിന്റെ അഭിപ്രായം. ടാൽക്കട്ട് പേഴ്സൺ ക്യാരക്ടറൈസസ് വുമൺസ് റോൾ ഇൻ ദ ഫാമിലി as expressive, which provides emotional support and warmth necessary for the socialization of the child. ടാൽക്കട്ട് പേഴ്സൺസിന്റെ അഭിപ്രായത്തിൽ ക്യാരക്ടറൈസ് വുമൺസ് റോൾ ഇൻ ദ ഫാമിലി. വുമൺസിന്റെ റോള് ഫാമിലിയിൽ ഒരു എക്സ്പ്രസീവ് ആണ്, പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ളത് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു റോളാണ് ഹ്യൂമൻസ് റോള്. വിച്ച് പ്രൊവൈഡ്സ് എമോഷണൽ സപ്പോർട്ട് ആൻഡ് വാംത്ത് നെസസറി ഫോർ ദ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ്. അപ്പോൾ കുട്ടികളുടെ മക്കളുടെയൊക്കെ വളർച്ചയ്ക്ക്, അവരുടെ ഉയർച്ചയ്ക്കും സോഷ്യലൈസേഷനും
സഹായപ്രദമായിട്ടുള്ള, വികാരപരമായിട്ടുള്ളതും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റോള്, അതാണ് എക്സ്പ്രസീവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് സ്ത്രീകൾ സാധാരണ ചെയ്തു വരുന്നത്. ദ മെൻസ് റോൾ ഓൺ ദ അതർ ഹാൻഡ് ഈസ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ സ്ത്രീകളുടെ റോള് എക്സ്പ്രസീവ് ആണെങ്കിൽ പുരുഷന്മാരുടെ റോള് പാസന്റെ അഭിപ്രായത്തിൽ അത് ഇൻസ്ട്രുമെന്റൽ ആണ്. ആസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദ സൊസൈറ്റി, പുരുഷന്മാരെ സൊസൈറ്റിയിലെ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടുവരുന്നയാള്. അപ്പോൾ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ ആണ് പുരുഷനെങ്കിൽ സ്ത്രീ അവിടെയുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, അവരെ വളർത്തിയ സ്നേഹത്തോടുകൂടി വളരെ വികാരപരമായിട്ടും ഒക്കെ അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഒരു കൂട്ടരാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് അവരുടെ റോളിനെ എക്സ്പ്രസീവ് എന്നും പുരുഷന്മാരുടെ റോളിനെ ഇൻസ്ട്രുമെന്റൽ എന്നും പറയണം. ബോത്ത് ദ എക്സ്പ്രസീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ റോൾസ് ആർ എസെൻഷ്യൽ ആൻഡ് ദേ കോംപ്ലിമെന്റഡ് ഈച്ച് അതർ. അപ്പൊ രണ്ടു കൂട്ടരുടെയും റോളുകൾ വളരെ അത്യാവശ്യമാണ്. അത് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ, ഒരാളുടേത് പൂരകമാവുന്നത് മറ്റേയാളുടെ റോളും കൂടി വരുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ട് റോളുകളും കുടുംബ പശ്ചാത്തലം നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യമാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ടാൽക്കട്ട് പേഴ്സൺ. ഇനി സോഷ്യോളജിക്കൽ തിയറി ഓഫ് സെക്സ് റോൾസ്. അക്കോർഡിംഗ് ടു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആൻ ഓക്ലെ ഒരു സോഷ്യോളജിക്കൽ തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സെക്സ് ഈസ് എ ബയോളജിക്കൽ ടേം ആൻഡ് ജെൻഡർ ഈസ് എ കൾച്ചറൽ ടേം. സെക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ടേമും അതുപോലെ ജെൻഡർ, ലിംഗം എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ടേമും കൂടിയാണ്. ജെൻഡർ റെഫേഴ്സ് ടു ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ സോഷ്യലൈസേഷൻ. ജെൻഡർ റെഫേഴ്സ് ടു ദ സെക്സ്. അപ്പോൾ സെക്സിൽ തന്നെ നമ്മൾ ജെൻഡർ എന്നുള്ള ആ ശബ്ദം അത് കാണിക്കുന്നത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ സോഷ്യലൈസേഷൻ, സോഷ്യലൈസേഷന് ശേഷമുള്ള ഇൻഡിവിജ്വലിനെയാണ് അത് ജെൻഡർ എന്നുള്ള ശബ്ദം സൂചിപ്പിക്കുന്നത്. ഒക്ലെ ആർഗ്യൂസ് ദാറ്റ് ഡിവിഷൻ ഓഫ് ലേബർ ഈസ് നോട്ട് യൂണിവേഴ്സൽ. ഇനി ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഒരേപോലെയല്ല. ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. ഷീ ഡിസഗ്രീസ് വിത്ത് മർഡോക്കിന്റെ അഭിപ്രായത്തിനോട് ഓക്ലെ വിയോജിക്കുകയാണ്. ഷീ റിഗാർഡ്സ് it as a myth that women are biologically incapable to carry out heavy and demanding work. അപ്പോൾ ഷീ ഡിസഗ്രി വിത്ത് മർഡോക്ക് പറഞ്ഞ് ശക്തിയായിട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കേപ്പബിളായിട്ട് ചെയ്യുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾ ബയോളജിക്കലി ഇൻകേപ്പബിൾ ആണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം അവരുടെ ശരീരഘടന അതിന് യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു മർഡോക്ക്. പക്ഷേ അതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഓക്ലെ പറയുന്നത്. ഏത് കാര്യവും ചെയ്യാൻ സ്ത്രീ സക്ഷം ആണെന്നാണ് ഓക്ലെയുടെ അഭിപ്രായം. ഷീ ഓൾസോ noted that employment of mothers is not detrimental to the child's development. She also noted, ഈ കാര്യം കൂടി അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടായി. എംപ്ലോയ്മെന്റ് ഓഫ് മദേഴ്സ്, അമ്മമാരുടെ ഉദ്യോഗം, ജോലി എന്നുള്ളത് ഒരിക്കലും കുട്ടികൾക്ക് ഹാനികരമായിട്ട് വരുന്നില്ല. ശരിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരിക്കലും ഹാനികരമായിട്ടുള്ള പ്രവൃത്തിയല്ല. അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിലിരുന്ന് വീട്ടുകാര്യവും കുട്ടികളുടെ കാര്യവും മാത്രം നോക്കുക എന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഓക്ലെ. അക്കോർഡിംഗ് ടു ഹെർ, person's explanation of woman's expressive role and men's instrumental role is for the convenience of men. അപ്പൊ ഓക്ലെയുടെ അഭിപ്രായത്തിൽ സ്ത്രീയുടെ എക്സ്പ്രസീവ് റോളും പുരുഷന്റെ ഇൻസ്ട്രുമെന്റൽ റോൾ എന്നൊക്കെ പറയണത് പുരുഷന്റെ സൗകര്യാർത്ഥം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ വാക്കുകളാണ്. അല്ലാണ്ട് അതിൽ ശരിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഇല്ലെന്നുള്ള അഭിപ്രായക്കാരിയാണ് ഓക്ലെ. എമിൽ Durkheim, one of the founding fathers of sociology, said that in the primitive society, men and women were fairly similar in strength and intelligence, and only as civilization progressed, new codes evolved which restricted women from working outside home. എമിൽ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ പുരാതന കാലത്ത് സ്ത്രീയും പുരുഷനും തുല്യരായിരുന്നു. ഒരേപോലെ തന്നെ രണ്ടു കൂട്ടർക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഒരേപോലെയുള്ള ജോലികൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കാലം പുരോഗമിച്ചപ്പോൾ, സിവിലൈസേഷൻ പ്രോഗ്രസ് ചെയ്തപ്പോഴേക്കുമാണ് ഈ വ്യതിയാനം കണ്ടുവന്നത്. സ്ത്രീകൾ പുറത്തു പോകാതെയായി, പുറത്തുള്ള കാര്യങ്ങൾ പുരുഷന്മാർ പോയി നോക്കുകയും ചെയ്തത് കൊണ്ട് സ്ത്രീകൾ അകത്തിരിക്കുന്ന ഒരു സ്ഥിതി
സ്ഥിതിവിശേഷം വരികയുണ്ടായി. അപ്പോൾ ദസ് ദേ ബിക്കം വീക്കർ ആൻഡ് ലെസ് ഇൻ്റലിജൻറ്റ്. അങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നത് കൊണ്ടാണ് സ്ത്രീകൾ വീക്കറും ലെസ് ഇൻ്റലിജൻറ്റും ആയിട്ട് മാറിയതെന്നാണ് എമിൽ ഡർക്കിൻ പറയുന്നത്. ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ബിഗിൻസ് ദ മോമെൻറ്റ് എ പേഴ്സൺ ഈസ് ബോൺ. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞു. സെക്സ് റോൾസ് ആർ ലേൺഡ് ആക്ടിവിറ്റീസ് ആസ് ചിൽഡ്രൻ ആർ സോഷ്യലൈസ്ഡ് ഇൻ ടു ദീസ് റോൾസ്. അപ്പോൾ സെക്സ് റോൾസ് എന്ന് പറയുന്നത് ലേൺഡ് ആക്ടിവിറ്റീസ് ആണ് ആസ് ചിൽഡ്രൻ ആർ സോഷ്യലൈസ്ഡ് ഇൻ ടു ദീസ് റോൾസ്. അപ്പോൾ കുട്ടികൾ സോഷ്യലൈസ്ഡ് ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നുള്ള വ്യത്യാസം അവർ മനസ്സിലാക്കിക്കൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ലേൺഡ് ആക്ടിവിറ്റി. ദ സെക്സ് റോൾ അലോക്കേഷൻ ഈസ് എ സോഷ്യൽ ഫിനോമിനൻ ആൻഡ് ഈസ് ഇൻ ഫാക്ട് ലേൺഡ് ബിഹേവിയർ. അതുകൊണ്ട് തന്നെ സെക്സ് റോൾ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ ഫിനോമിനൻ, ഒരു സാമൂഹിക പ്രതിഭാസമാണ്. ആൻഡ് ഈസ് ഇൻ ഫാക്ട് ലേൺഡ് ബിഹേവിയർ. യഥാർത്ഥത്തിൽ അതൊരു ലേൺഡ് ബിഹേവിയറും കൂടി ആണ്. ജനിച്ചപ്പോഴേ അല്ല, പിന്നീട് സൊസൈറ്റിയിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ സോഷ്യലൈസേഷൻ ആരംഭിച്ചതോടുകൂടിയാണ് ഈ സെക്സ് റോൾസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത്. വുമൺ ഫോർ സെഞ്ചുറീസ് ഹാവ് ബീൻ സോഷ്യലൈസ്ഡ് ഇൻ ടു പാസീവ് റോൾസ്. അപ്പോൾ സ്ത്രീകളെ ആണെങ്കിൽ സെഞ്ചുറീസ് ആയിട്ട് തന്നെ സോഷ്യലൈസ് ചെയ്തേക്കണം ഒരു പാസീവ് റോളുള്ള ആളുകളായിട്ടാണ്, ശാന്തമായിട്ടുള്ളത്, പാസീവ് ആയിട്ടുള്ളത്, സൈലൻ്റ് ആയിട്ടുള്ളത്, അത്ര ശക്തിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. പെർസ്പെക്റ്റീവ്സ് ഓൺ ദ എവല്യൂഷൻ ഓഫ് സെക്സ് ഡിഫറൻസസ്. The earlier anthropologists like Malinowski, Radcliffe Brown, etc. had undervalued the role of women. ആദ്യ കാലഘട്ടങ്ങളിലുള്ള ആന്ത്രോപോളജിസ്റ്റ്, അത് മാലിനോസ്കി, റാഡ്ക്ലിഫ് ബ്രൗൺ പോലെയുള്ളവർ കൂടുതലും പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. സ്ത്രീയുടെ കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് പരിഗണിച്ചിരുന്നില്ല. ഓൾ ദെയർ സ്റ്റഡീസ് വാസ് സെൻറ്റേർഡ് റൗണ്ട് മെയിൽസ്. അവരുടെ പഠനങ്ങൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത് പുരുഷന്മാരുടെ കാര്യങ്ങളിലായിരുന്നു. മോറോവർ ഇറ്റ് വാസ് ത്രൂ ദ മെയിൽസ് ഇൻ ദ വില്ലേജ് ദേ ഗോട്ട് ഇൻഫോർമേഷൻ അബൌട്ട് കമ്മ്യൂണിറ്റി ലൈഫ് ആസ് വെൽ ആസ് ദ റോൾ ഓഫ് വുമൺ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റി ലൈഫിനെ കുറിച്ചും അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളെ കുറിച്ചും ഒക്കെ അവർക്ക് വിവരം നൽകിയിരുന്നത് അവിടെയുള്ള പുരുഷന്മാരാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് പുരുഷന്മാർക്കാണ്. അപ്പം സ്ത്രീനെ അവരധികം പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം ദിസ് മെയിൽ ബയസ് വാസ് ക്രിട്ടിസൈസ്ഡ് ബൈ മാർഗരറ്റ് മീഡ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പുരുഷന്മാരോട് ഉള്ള പ്രത്യേക താല്പര്യം, അതുപോലെ സ്ത്രീകളോടുള്ള ഒരു ബയസ്, പാർഷ്വാലിറ്റി, അത് ഹൂ സ്റ്റഡീഡ് പ്രിമിറ്റീവ് സൊസൈറ്റീസ് ഓഫ് പസഫിക് ഓഷ്യൻ ഐലൻഡ്സ്. അപ്പോൾ മാർഗരറ്റ് മീഡ് അവരുടെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായി ഈ പ്രിമിറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് മാലിനോസ്കി, റാഡ്ക്ലിഫ് ബ്രൗണിനൊക്കെ ഉള്ള ധാരണ അത്ര ശരിയായിട്ടുള്ള ധാരണയല്ല. അത് അവർക്ക് മെയിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇതെന്നാണ് അവരും ഒക്കെ പറഞ്ഞത്. ഇൻ ദ എറ ബിറ്റ്വീൻ ദ ലേറ്റ് 1930s ആൻഡ് ദ മിഡ് 1960s, ക്രോസ് കൾച്ചറൽ ഡാറ്റ ഓൺ ദ സെക്ഷുവൽ ഡിവിഷൻ ഓഫ് ലേബർ വെരി ക്വിക്ക്ലി dispelled the idea that men are unable to do some task assigned to women in our culture. അപ്പം നമ്മുടെ കൾച്ചറിൽ ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല, ചിലത് പുരുഷന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് 1930s അതുപോലെ മിഡ് 1960s ക്രോസ് കൾച്ചറൽ ഡാറ്റയിൽ നിന്ന് ഇങ്ങനെ ഒരു സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ഒരു ധാരണ നമുക്ക് കിട്ടുകയുണ്ടായിരുന്നു. അതുപോലെ ആ ഓരോ പ്രത്യേക ജോലികൾ, നിറ്റിംഗ്, വീവിംഗ്, മിറ്റ് കുക്കിംഗ് സംടൈംസ് ഫോൾ ഇൻ ടു ദ മെയിൽ പ്രൊവിയൻസ്, വൈൽ സച്ച് തിങ്സ് ആസ് പേൾ ഡൈവിംഗ്, കാനോ ഹാൻഡ്ലിംഗ് ആൻഡ് ഹൗസ് ബിൽഡിംഗ് ടേൺ ഔട്ട് ടു ബി വുമൺസ് വർക്ക് ഇൻ സം സെറ്റിങ്സ്. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എളുപ്പമായിട്ടുള്ള തുണി തയ്ക്കുക, വീവിങ് ചെയ്യുക, കുക്കിംഗ് ചെയ്യുക, അത് ആ കാലഘട്ടങ്ങളിൽ പുരുഷന്മാരും ചെയ്തിരുന്നു. അതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, പേൾ ഡൈവിങ്, വെള്ളത്തിൽ മുങ്ങി പേൾ കൊണ്ടുവരിക, കാനോ ഹാൻഡ്ലിംഗ്, വള്ളങ്ങൾ അല്ലെങ്കിൽ വഞ്ചികൾ തുഴയുക, അതുപോലെ ഹൗസ് ബിൽഡിംഗ്, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും സ്ത്രീകളും ചെയ്തിരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. എ നോട്ടഡ് ആന്ത്രോപോളജിസ്റ്റ്, Margaret Mead's pioneering research on tribes
ദ പസഫിക് റേസ് ദീസ് ഇഷ്യൂസ്. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ കൊണ്ടുവന്നത് മാർഗ്രറ്റ് മീഡ് എന്നുള്ള ആന്ത്രോപോളജിസ്റ്റാണ്. ഷീ ഫൗണ്ട് ദാറ്റ് സെക്സ് റോൾസ് ആൻഡ് പേഴ്സണാലിറ്റി ഇൻ ദീസ് ട്രൈബ്സ് വർ കോൺട്രറി ടു വാട്ട് ആർ ഫൗണ്ട് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡിൽ സ്ത്രീകൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, പുരുഷന്മാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ള ആ ധാരണക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ മാർഗ്രറ്റ് മീഡ് കണ്ടുപിടിച്ചത്. സ്ത്രീകളും വളരെ ഹാർഡായിട്ടും പരുക്കനായിട്ടുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതായിട്ട് അവർ കണ്ടുപിടിച്ച്. ഹെൻസ് ഷീ റേസ്ഡ് ഡൗട്ട് അബൌട്ട് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ദീസ് റോൾസ്. അതുകൊണ്ട് ഈ ബയോളജിക്കൽ റോൾസ് എന്നുള്ളത് അത് അത്ര ശരിയായിട്ടുള്ള ബേസ് അല്ലെന്നാണ് ഈ മാർഗ്രറ്റ് മീഡിൻ്റെ അഭിപ്രായം. However, gender difference do exist in the simple society. In the hunting and gathering society, hunting is a male activity because it involves a long traveling and women find it difficult due to their reproductive and nurturing functions. അപ്പോൾ however, gender difference do exist in the simple society. സിമ്പിൾ സൊസൈറ്റിയിൽ ഈ ജെൻഡർ ഡിഫറൻസ് കാണാമായിരുന്നു. ഹണ്ടിങ് അതുപോലെയുള്ള എന്തെങ്കിലും ഹണ്ട് ചെയ്തിട്ട് വേട്ടയാടി വീട്ടിലേക്ക് കൊണ്ടുവരിക, ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ എന്നൊക്കെയുള്ള ആ സ്വഭാവങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ പുരുഷന്മാരാണ് ചെയ്തിരുന്നത്. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. വുമൺ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദെയർ റീപ്രൊഡക്റ്റീവ് ആൻഡ് നർച്ചറിങ് ഫങ്ഷൻ. അവരുടെ ഈ റീപ്രൊഡക്റ്റീവ് അതുപോലെ നർച്ചറിങ്, കുട്ടികളെ ജനിപ്പിക്കുക അതുപോലെ അവരെ പരിപാലിച്ച് വളർത്തുക എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അവരുടെ കടമയായിരുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ബട്ട് ദ വുമൺ, ദീസ് സൊസൈറ്റീസ് വർക്ക് വെരി ഹാർഡ് ആൻഡ് ആർ ഗുഡ് ആൻഡ് സ്കിൽഡ് discriminating between edible and inedible plants and fruits, reading the tracks of animals, etc. Hence, the actual physical labor of woman is no different from that of men. അതുകൊണ്ട് ഫിസിക്കൽ ലേബർ എന്ന് പറയുന്നത് വുമൻ്റെത് ഒരിക്കലും സ്ത്രീയുടെ പുരുഷൻ്റെ ആ പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമല്ല. അവർക്കും വേണമെങ്കിൽ ഏത് കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ആ പ്രത്യേക സാഹചര്യം അനുസരിച്ച് അവർ ഒരു കാര്യങ്ങളിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ട് കുറഞ്ഞ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ആ റീപ്രൊഡക്റ്റീവ് ആൻഡ് നർച്ചറിങ് ഫങ്ഷൻ അത് ചെയ്യാനുള്ളത് കൊണ്ടാണ് അവരിതിൽ നിന്ന് മാറി നിൽക്കുന്നത്. യെറ്റ് ഡോമിനൻസ് ഓഫ് മെയിൽസ് ഇൻ ദീസ് സൊസൈറ്റീസ് ലീഡ് ടു അസ്ക്രൈബിങ് ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് ഫോർ വർക്ക്. Friedel notes that tasks assigned to men carry higher prestige through the same task done by women in other societies do not earn the same prestige. അപ്പോൾ ഫെർഡിൽ എന്നുള്ള ആ സോഷ്യോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ മാൻ ചെയ്യുന്ന ജോലികൾ അത് ഒരേ ജോലി തന്നെ സ്ത്രീയും പുരുഷനും ചെയ്യുകയാണെങ്കിലും പുരുഷൻ ചെയ്യുന്ന ജോലിക്കാണ് കൂടുതൽ പ്രസ്റ്റീജ് നൽകിയിരുന്നത്. ദിസ് ഈസ് പ്രൈമർലി ഡ്യൂ ടു മെയിൽ ഡോമിനൻസ് വിച്ച് റിസൾട്ട്സ് ഫ്രം ദ ഫാക്ട് ദാറ്റ് man's life is more public and woman's life is more private due to ചൈൽഡ് ബെയറിങ് ആൻഡ് ചൈൽഡ് റിയറിങ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് പ്രൈമർലി ഡ്യൂ ടു മെയിൽ ഡോമിനൻസ്. പുരുഷ മേധാവിത്വം കൊണ്ടാണ് ഒരേ ജോലിക്ക് വിഭിന്ന തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നത്, ബഹുമാനം കൊടുക്കുന്നത്. പുരുഷൻ ചെയ്യണമെങ്കിൽ ആ സെയിം ജോലിക്ക് കൂടുതൽ ഹയർ പ്രസ്റ്റീജും സ്ത്രീക്കാണെങ്കിൽ ആ സെയിം ജോലിക്ക് തന്നെ ലോവർ പ്രസ്റ്റീജുമായിട്ട് കണക്കാക്കാനുള്ള കാരണം ഈ മെയിൽ ഡോമിനൻസ് സൊസൈറ്റി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത് ഒരു പബ്ലിക് ആയിട്ടുള്ളതും സ്ത്രീയുടേത് പ്രൈവറ്റ് ലൈഫായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഡ്യൂ ടു ചൈൽഡ് ബെയറിങ് ആൻഡ് ചൈൽഡ് റെയറിങ്. മെൻ ദസ് ക്ലെയിം greater rights than women to distribute goods outside the domestic group. When man hunts, the flesh is shared by the total community, but when woman gathers by way of food, it is shared only by the family members. ഈ രണ്ടു കൂട്ടരും ഭക്ഷ്യപദാർത്ഥങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വേട്ടയാടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ വുമൺ അങ്ങനെ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഫ്ലഷ് അത് ടോട്ടൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ സ്ത്രീകൾ കുറച്ച് അല്പം മാത്രം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സമയം കിട്ടണുള്ളൂ. അപ്പോൾ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അവരവരുടെ വീടുകളിൽ മാത്രമാണ് യൂസ് ചെയ്യണം. മെൻ ഹാവ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂഡ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ടും പുരുഷന്മാരിൽ തന്നെയായിരുന്നു. ഇവിടെ ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കിയേക്കുക. അതുപോലെ അടുത്തത് കൊളോണിയലിസം ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. വി ലീവ് ടുഡേ ഇൻ എ ഗ്ലോബൽ വേൾഡ് ബേസ്ഡ് ഓൺ കോംപ്ലക്സ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞത് ഒരു ഗ്ലോബൽ ആഗോള
ആയിട്ടുള്ളതാണ്. ഒരു രാജ്യത്തോ ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിലോ മാത്രം അടങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ വേൾഡ് ആണ്, ബേസ്ഡ് ഓൺ കോംപ്ലക്സ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് പൊളിറ്റിക്കലും എക്കണോമിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഉള്ളതാണ്. ഓൾദോ മോസ്റ്റ് ഓഫ് ദ കൊളോണൈസ്ഡ് വേൾഡ് അച്ചീവ്ഡ് ഇൻഡിപെൻഡൻസ് ബൈ ദ 1960s. അപ്പോൾ ഒത്തിരി അടിമ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, മിക്കവരും സ്വാതന്ത്ര്യം പ്രാപിച്ചത് ഏതാണ്ട് 1960 അതിനോട് അടുത്ത കാലഘട്ടങ്ങളിലുമാണ്. ദ എക്കണോമിക് ഡോമിനേഷൻ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് വേൾഡ് സിസ്റ്റം ദാറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് ഹാഡ് നോട്ട് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി ഓൾട്ടേർഡ്. In the late 20th century, an unbalanced relationship between the countries of the industrial or developed world and the developing or third world remains. അപ്പോൾ ഈ 3 തരം രാജ്യങ്ങളാണുള്ളത്. അതിൽ ഇൻ ദ ലേറ്റ് 20th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടങ്ങളിൽ ആൻ അൺബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺട്രീസ് ഓഫ് ദ ഒരു അൺബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് ഈ വിഭിന്ന തരത്തിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. അതായത് ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് അല്ലെങ്കിൽ തേർഡ് വേൾഡ്. അപ്പം ഈ രണ്ടു കൂട്ടർക്കും ഇടയ്ക്കൽ വികസിത രാജ്യവും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും തമ്മിൽ വളരെ വ്യത്യാസങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ഒരു അൺബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് ഇവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. how the men and women of the developing world experienced the continuing impact of the penetration of capitalism and the integration of their societies into the global economy. അപ്പോൾ how the men and women of the developing world, അപ്പോൾ ഡെവലപ്പിംഗ് വേൾഡിലുള്ള സ്ത്രീയും പുരുഷനും experience the continuing impact of penetration of capitalism and the integration of their societies into the global economy. അപ്പോൾ അവര് ഈ ക്യാപിറ്റലിസത്തിന്റെ അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ദ സൊസൈറ്റീസ് ഇൻ ടു ദ ഗ്ലോബൽ എക്കണോമിയിലേക്കുള്ള ഈ മാറ്റത്തിൻ്റെയൊക്കെ അതിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ, ഡെവലപ്പിംഗ് വേൾഡിലെ ആളുകളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിഫലിച്ച് കാണപ്പെടാറുണ്ടായിരുന്നു. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്, originally egalitarian gender relationships have been replaced by more hierarchical ones, and women have consequently been marginalized, removed from the position of economic and political decision making that they held in the pre-colonial period. അപ്പോൾ in many parts of the world, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒറിജിനലി ഇഗാലിറ്റേറിയൻ ജെൻഡർ റിലേഷൻഷിപ്പ് ഹാവ് ബീൻ റീപ്ലേസ്ഡ്. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആ തുല്യ പരിഗണന രണ്ടു കൂട്ടർക്കും നഷ്ടപ്പെടാൻ തുടങ്ങി. by more hierarchical ones, and women have consequently been marginalized. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ സ്ത്രീകൾ ഒരു മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരിക്കപ്പെട്ട രീതിയിൽ മാറ്റപ്പെട്ട്, അതായത് അവരെ കുറേം കൂടി അവരുടെ ആ പ്രസ്റ്റീജിനെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. റിമൂവ്ഡ് ഫ്രം ദ പൊസിഷൻ ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ദാറ്റ് ദേ ഹെൽഡ് ഇൻ ദ പ്രീ കൊളോണിയൽ പീരീഡ്. If women got any attention, it was as mothers and housekeepers in family planning projects and in training programs for home economics. അപ്പോൾ വുമൺ ഗോട്ട് എനി അറ്റൻഷൻ, സാധാരണ സ്ത്രീകൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടിയിരുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. ഇറ്റ് വാസ് ആസ് മദേഴ്സ് ആൻഡ് ഹൗസ് കീപ്പേഴ്സ് ഇൻ ഫാമിലി പ്ലാനിങ് പ്രൊജക്റ്റ്, ഒന്നില്ലെങ്കിൽ അമ്മമാരായിട്ട് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് പ്രൊജക്ട്സ് നടത്തുന്ന ഹൗസ് കീപ്പേഴ്സായിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന ആളുകൾ അതുപോലെയുള്ള ഒരു കൺസിഡറേഷനാണ് സ്ത്രീകൾക്ക് നൽകിയിരുന്നത്. മെയിൽ സെൻറ്റേർഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഓഫൺ റിസൾട്ടഡ് ഇൻ ന്യൂ ഡിവിഷൻ ഓഫ് ലേബർ ബിറ്റ്വീൻ ദ സെക്സസ് ബൈ വിച്ച് ദ ഡിപ്പെൻഡൻസി ഓഫ് വുമൺ ഓൺ മെൻ ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ്. അപ്പോൾ ഈ മെയിൽ സെൻറ്റേർഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് മിക്കതും മെയിൽ സെൻറ്റേർഡ് ആണ്, പുരുഷന് പ്രാധാന്യം നൽകുന്നതാണ്. അപ്പോൾ സ്ത്രീയുടെ സ്ഥാനം അവിടെ വീണ്ടും കുറയാണ് ചെയ്തത്. ബൈ വിച്ച് ദ ഡിപ്പെൻഡൻസി, അപ്പോൾ സ്ത്രീക്ക് എക്കണോമിക് കാര്യങ്ങളിൽ സ്വാതന്ത്ര്യത ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പുരുഷന്മാർ. അപ്പോൾ വിച്ച് ദ ഡിപ്പെൻഡൻസി ഓഫ് വുമൺ ഓൺ മെൻ ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ്. അങ്ങനെ ആ ഡിപ്പെൻഡൻസി ഓഫ് വുമൺ ഓൺ മെൻ
കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. ഗ്രേറ്റർ ഫീമെയിൽ ഡിപ്പെൻഡൻസി ഓൺ മെൻ ഹാസ് ഓൾസോ റിസൾട്ടഡ് ഫ്രം ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ. ഗ്രേറ്റർ ഫീമെയിൽ ഡിപ്പെൻഡൻസി ഓൺ മെൻ ഹാസ് ഓൾസോ റിസൾട്ടഡ് ഫ്രം ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ. അപ്പോൾ പിന്നെ വേറെ പ്രോസസ് ഓഫ് അർബനൈസേഷൻ, നഗരവൽക്കരണവും ഇതിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. ഫ്രം ദ ഷിഫ്റ്റ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫാക്ടറി ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ വീട്ടിൽ നിന്ന് കുടുംബത്തിലെ ജോലി, അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സമയത്ത്, അർബനൈസേഷൻ്റെ സമയത്ത് പലപ്പോഴും സ്ത്രീകളും പല ജോലിക്കും പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നപ്പോൾ ഫ്രം ദ ഷിഫ്റ്റ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫാക്ടറി ആൻഡ് ഇൻഡസ്ട്രി, അപ്പോൾ കുടുംബ ജോലിയിൽ നിന്ന് മാറി ഫാക്ടറിയിലും ഇൻഡസ്ട്രിയിലും ഒക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ഇൻ സം, അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സിൻ്റെ ആ തുടക്കം അതെല്ലാം ആരംഭിച്ചു തുടങ്ങിയപ്പോൾ ഇൻ സം സൊസൈറ്റീസ് വുമൺ ഹാവ് ലോസ്റ്റ് ദെയർ traditional rights to land and men, though continuing to rely on women's traditional assistance, claim the entire income from the cash product export crops for themselves. അപ്പോൾ ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഓൺ വുമൺ അതെന്താന്ന് നോക്കുക. ഇന്ത്യൻ ഡെമോഗ്രഫേഴ്സ് ഹാവ് പ്രൊപ്പോസ്ഡ് സെവറൽ ഹൈപ്പോത്തസിസ് ടു എക്സ്പ്ലെയിൻ ദ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ആൻഡ് 5 ഓഫ് ദീസ് സജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ 5 സജഷൻസ് കൊടുത്തേക്കണം. എന്തൊക്കെയാണെന്ന് നോക്കുക. ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ, അതിൽ ഫസ്റ്റ് വൺ, ഫീമെയിൽസ് ആർ അണ്ടർ enumerated in the Indian census. അപ്പോൾ ഇന്ത്യൻ സെൻസസിൽ എണ്ണപ്പെടാൻ തുടങ്ങി. ഫീമെയിൽസ് ആർ അണ്ടർ enumerated in the Indian census. The general mortality rate of females are higher than those of males. അപ്പോൾ ജനറൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്ക്. അപ്പം ജനറൽ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഫീമെയിൽസ്, സ്ത്രീകളുടെ മരണനിരക്ക് പുരുഷന്മാരുടെ മരണനിരക്കിനേക്കാൾ ഹയർ ആയിരുന്നു. The general mortality rates of females are higher than those of males. In Indian families prefer sons and female infants are consequently neglected, leading to higher female mortality. അപ്പോൾ ഇന്ത്യൻ ഫാമിലി കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത് ആൺകുട്ടികളെ കിട്ടുക എന്നുള്ള ഒരു താല്പര്യമാണ് അവർ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഇൻഫൻസ്, ശിശുക്കളായിട്ടുള്ള ശൈശവാവസ്ഥയിലുള്ള സ്ത്രീ കുഞ്ഞുങ്ങൾ ആർ കോൺസിക്വൻ്റ്ലി നെഗ്ലക്റ്റഡ്, അവരെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല, ലീഡിങ് ടു ഹയർ ഫീമെയിൽ മോർട്ടാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ മരണനിരക്ക് കൂടാനുള്ള കാരണവും. അപ്പോൾ അതുപോലെ ഫ്രീക്വൻ്റ് ആൻഡ് എക്സസീവ് ചൈൽഡ് ബിയറിംഗ് ഹാസ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ ഹെൽത്ത് ഓഫ് ഹ്യൂമൻ. അപ്പം ഫ്രീക്വൻ്റ് തുടർച്ചയായിട്ടുള്ളതും കൂടുതലായിട്ടുള്ള കുട്ടികളെ ഗർഭം ധരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒത്തിരി പ്രാവശ്യം ഗർഭം ധരിക്കുന്നതിൻ്റെ ആ എഫക്റ്റായിട്ട്, അതിൻ്റെ എതിർ എഫക്റ്റായിട്ട് സ്ത്രീകളുടെ ആരോഗ്യവും കുറയാൻ തുടങ്ങി. സർട്ടൻ ഡിസീസസ് ഹാവ് ഹയർ ഇൻസിഡൻസ് ഇൻ വുമൺ. ചില ഡിസീസസ് സ്ത്രീകളിൽ, ചില രോഗങ്ങൾ ഇതൊക്കെ കാരണം കൂടുതലായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഈ 5 പോയിന്റ്സ് ആണ് ഇന്ത്യൻ ഡെമോഗ്രാഫേഴ്സ് ഹാവ് പ്രൊപ്പോസ്ഡ് സെവറൽ ഹൈപ്പോത്തസിസ്. അതിൽ മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് ആൻഡ് ചൈൽഡ് നെഗ്ലക്റ്റ് ഇൻ റൂറൽ ഇന്ത്യ. ഇപ്പോൾ ഫീമെയിൽ ഇൻഫൻറ്റിസൈഡും അതുപോലെ ചൈൽഡ് നെഗ്ലക്റ്റ്, അത് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുക, അതുപോലെ ചൈൽഡ് നെഗ്ലക്റ്റ് ഇൻ റൂറൽ ഇന്ത്യയിൽ അതുപോലെയുള്ള കുട്ടികളെ ഉപേക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇറ്റ് ഈസ് ബിയണ്ട് ഡൗട്ട് ദാറ്റ് സിസ്റ്റമാറ്റിക് ഇൻഡയറക്റ്റ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് എക്സിസ്റ്റ് ടുഡേ ഇൻ ഇന്ത്യ ഇൻ അഡീഷൻ ടു ദ സെക്സ് സെലക്റ്റീവ് അബോർഷൻ. സെക്സ് സെലക്ട് ചെയ്തിട്ട് ഗർഭാവസ്ഥയിൽ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടി ആണോ പെണ്ണോ എന്നും നോക്കിയിട്ട് പെൺകുട്ടിയാണെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുക, ഫീമെയിൽ ഫൊയ്റ്റിസൈഡ്സ് ആൻഡ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്സ്, കില്ലിംഗ് ഓഫ് ചൈൽഡ് അണ്ടർ 1 year ഓഫ് ഏജ്, അതാണ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ആ ഭ്രൂണഹത്യ ചെയ്യാൻ നോക്കുക, അതല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നുകളയുക. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇൻ സർട്ടൻ വില്ലേജസ് ഇൻ രാജസ്ഥാൻ ദർ വെർ നോ ഫീമെയിൽ ചിൽഡ്രൻ. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇൻ സർട്ടൻ വില്ലേജസ് ഇൻ രാജസ്ഥാനിലെ ചില വില്ലേജസിൽ
ഫീമെയിൽ ചിൽഡ്രൻ ഇല്ലായിരുന്നു, ഒട്ടും തന്നെ കാണപ്പെടുന്നില്ലായിരുന്നു. ഇൻ സേലം ഡിസ്ട്രിക്ട് ഇൻ തമിഴ്നാട് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് ഈസ് ഓപ്പൺലി പ്രാക്ടീസ്ഡ്. പിന്നെ അതിക്രൂരമായിട്ട് ഈ ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് കാണപ്പെട്ട വേറൊരു സ്ഥലമാണ് സേലം. സേലത്ത് ഇൻ ഡിസ്ട്രിക്ട് ഇൻ തമിഴ്നാട്ടിലെ സേലം ഡിസ്ട്രിക്റ്റിൽ ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു മറയില്ലാതെ നടത്തിയിരുന്ന കാര്യങ്ങളാണ്. അവർക്കൊരു പേടിയുമില്ലായിരുന്നത്. ഇൻഡയറക്റ്റ് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് അക്കംപ്ലിഷ്ഡ് ബൈ ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് കെയർ ഡിപ്രൈവേഷൻ ചിൽഡ്രൻ റിസൾട്ട്സ് ഇൻ ഹയർ മോർട്ടാലിറ്റി റേറ്റ്സ് ഓഫ് ഡോട്ടേഴ്സ് ദാൻ സൺസ്. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ അത് ഈ ന്യൂട്രീഷൻസ് കുറവുമുണ്ട്, അതുപോലെ ഹെൽത്ത് കെയർ കിട്ടാതെയൊക്കെ കുട്ടികൾ മരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ നല്ല ഭക്ഷണം കിട്ടാതെ വരിക, ഹെൽത്ത് മോശമായിട്ട് മരിക്കുക, അത് കൂടുതലും പെൺകുട്ടികളാണ് അങ്ങനെ മരിക്കുക. ആൺകുട്ടികൾക്കുള്ളതിൽ മെച്ചപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ പെൺകുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാതെ ഇരുന്നത് കൊണ്ട് ദ ഇൻഡയറക്റ്റ് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് അക്കംപ്ലിഷ്ഡ് ബൈ ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് കെയർ ഡിപ്രൈവേഷൻ ചിൽഡ്രൻ റിസൾട്ട്സ് ഇൻ ഹയർ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഡോട്ടേഴ്സ് ദാൻ സൺസ്. In several parts of rural India, there is a strong preference of sons. ഇനി ഇന്ത്യയിലെ റൂറൽ ഇന്ത്യയിൽ മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂടുതലും സൺസിനെയാണ്, ആൺകുഞ്ഞുങ്ങളെയാണ് താല്പര്യപ്പെട്ടിരുന്നത് അവിടുത്തെ ആളുകൾ. സൺസ് ആർ കൺസിഡേർഡ് ആസ് എക്കണോമിക് അസറ്റ്സ്. അപ്പോൾ ആൺകുട്ടികൾ സാമ്പത്തിക നേട്ടമാണെന്നാണ് അവരുടെ അഭിപ്രായം. സൺസ് ആർ കൺസിഡേർഡ് ആസ് എക്കണോമിക് അസറ്റ്സ്. ദേ ആർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഇൻകം ത്രൂ റെമിറ്റൻസ് ഇഫ് ദേ ലീവ് ദ വില്ലേജ് എക്സെട്ര. അപ്പോൾ അവിടെ കൃഷി ചെയ്യണമെങ്കിൽ ആണുങ്ങൾ വേണം, അതുപോലെ ഇനി അവർ ആ ഗ്രാമം വിട്ട് പോയാലും വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ആൺകുട്ടികളുണ്ടെങ്കിലേ ലഭിക്കൂ എന്നുള്ള ഒരു ധാരണയാണ് അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് ആ കാലഘട്ടങ്ങളിൽ. സൺസ് പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലോക്കൽ സ്ട്രഗിൾ ഓവർ റൈറ്റ്സ് ടു ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഒത്തിരി രാത്രിയും പകലും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനും ബുദ്ധിമുട്ടാനും ഒക്കെ ഏബിളായിട്ടുള്ളത് ആൺകുഞ്ഞുങ്ങളാണ്. സൺസ് സ്റ്റേ വിത്ത് ദ ഫാമിലി ആഫ്റ്റർ ദെയർ മാരേജ് ആൻഡ് ദസ് മെയിൻറ്റെയിൻ ദ പാരൻസ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും ആണുങ്ങൾ അവരുടെ പാരൻസിൻ്റെ കൂടെ തന്നെ താമസിക്കും. അതുകൊണ്ട് തന്നെ വയസ്സാം കാലത്ത് മാതാപിതാക്കൾക്ക് ആശ്രയം ആൺകുട്ടികളായിരിക്കും. ഡോട്ടേഴ്സ് മാരി ഔട്ട് ആൻഡ് കനോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ മെയിൻ്റെനൻസ് ഓഫ് ദെയർ നാച്ചുറൽ ഹൗസ് ഹോൾഡ്. ഡോട്ടേഴ്സ് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിൽക്കില്ല, അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ അവർക്കാണ് അവരെ കൊണ്ട് മെച്ചമുള്ളത്, അതല്ലാണ്ട് സ്വന്തം വീടിന് അവരെ കൊണ്ട് ഒരു നേട്ടം ഇല്ലെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നത്. സൺസ് ബ്രിങ് ഇൻ ഡവറീസ് വിത്ത് ദെയർ ബ്രൈഡ്സ്. ഇനി സൺസ് ആണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ഡവറി ലഭിക്കും. ഡോട്ടേഴ്സ് ഡ്രെയിൻ ഫാമിലി വെൽത്ത് വിത്ത് ദെയർ റിക്വയർഡ് ഡവറീസ് ആൻഡ് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് ഗിഫ്റ്റ് ടു ദെയർ ഫാമിലി ഓഫ് മാരേജ് ആഫ്റ്റർ ദ വെഡിങ്. സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടും അതുപോലെ കല്യാണത്തിന് ഡവറി കൊടുക്കുക, അതുപോലെ മറ്റ് ചെലവുകൾക്കൊക്കെ വേണ്ടി വീട്ടിലുള്ള സ്വത്ത് ഇല്ലായ്മ ചെയ്യാണ് അവർ ചെയ്യണത്. ആൻഡ് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് ഗിഫ്റ്റ്സ് ടു ദെയർ ഫാമിലി ഓഫ് മാരേജ് ആഫ്റ്റർ ദ വെഡിങ് കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഒത്തിരി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ വെൽത്ത് അങ്ങനെ ദുരുപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് ആൺകുട്ടികൾ ഉണ്ടാകണമെന്നാണ്. ആൺകുട്ടികളാണെങ്കിൽ ഒരു നേട്ടവും പെൺകുട്ടികളാണെങ്കിൽ കോട്ടം ആണെന്നുള്ള ഒരു ധാരണയാണ് അന്നത്തെ ആളുകളുടെ ഇടയ്ക്ക് നിലനിന്നിരുന്നത്. സൺസ് എമംഗ് ഹിന്ദുസ് ആർ ഓൾസോ നീഡഡ് ടു പെർഫോം റിച്വൽസ് വിച്ച് പ്രൊട്ടക്ട് ദ ഫാമിലി. പിന്നെ സൺസ് ഹിന്ദു ഫാമിലിയിൽ അവരുടെ പൂജാകാര്യങ്ങൾ ചെയ്യാനായിട്ടും വേണ്ടിയിട്ടും പുരുഷന്മാരാണ് വേണ്ടത്. അതുകൊണ്ട് അവർ കൂടുതൽ സൺസിനെ ആഗ്രഹിച്ചിരുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഫാദർ ഡോട്ടേഴ്സ് കനോട്ട് പെർഫോം സച്ച് റിച്വൽസ്. ഇപ്പം അച്ഛൻ്റെ മരണശേഷം പെൺമക്കൾക്ക് ഇതുപോലെയുള്ള പൂജകൾ ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലാണ് ഈ വക കാര്യങ്ങളെല്ലാം നടക്കുക. ദ എക്സ്ട്രീം സൺ പ്രിഫറൻസ് ഈസ് മോർ പ്രിവലൻ്റ് എമംഗ് അപ്പർ കാസ്റ്റ് ആൻഡ് ക്ലാസസ് ദാൻ ദ ലോവർ കാസ്റ്റ് ആൻഡ് ക്ലാസസ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രിഫറൻസ് കൂടുതൽ ആൺകുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആ ധാരണ അവർക്ക് മുൻഗണന കൊടുത്തു അത് അപ്പർ കാസ്റ്റും അപ്പർ ക്ലാസ്സിലുള്ള ആളുകളാണ്. ലോവർ കാസ്റ്റിൻ്റെ അടക്കം അതുപോലെ ലോവർ ക്ലാസിൻ്റെ അടക്കം കാസ്റ്റിൻ്റെയും
ക്ലാസിൻ്റെ അടക്കം ഇതുപോലെയുള്ള നിർബന്ധങ്ങൾ അത്ര അധികം ഇല്ലായിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് നിലനിന്നിരുന്നത് അപ്പർ കാസ്റ്റ് ആൻഡ് ക്ലാസ്സസിലായിരുന്നു ഇതുപോലെയുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്നത്. ജെൻഡർ, ഹൗസ് ഹോൾഡ് ആൻഡ് കിൻഷിപ്പ്. Let us now take the example of Taiwanese women. These women marry into the household of their husbands. അപ്പോൾ ഈ തായ്വാൻസ് വുമൺ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലേക്കാണ് പോകുന്നത്. അക്കോർഡിംഗ് ടു വുൾഫ്, എ Chinese wife must pay homage to her husband's ancestors, obey her husband and mother-in-law, and bear children for her husband's patrilineage. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഹസ്ബൻഡിൻ്റെ പൂർവികരെ നോക്കിക്കോളാമെന്നും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ മദറിൻലോ പറയുന്ന കാര്യങ്ങളും നോക്കി അതുപോലെ കുട്ടികളെ ജനിപ്പിച്ച് ഹസ്ബൻഡ്സിൻ്റെ പാർട്ടി ലീനേജിൻ്റെ ആ അംഗത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നും അവർ വാക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ആഫ്റ്റർ ടൈവനീസ് വൈഫ് ഗീവ്സ് ബർത്ത് ടു എ സൺ, ഇനി ഇവർക്കൊരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഹെർ സ്റ്റാറ്റസ് ഇൻ ദ household begins to change and it improves during her life course as she forgets what Woolf calls as a uterine family, a family based on the powerful relationship between mothers and sons. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അവർക്കൊരു ആൺകുട്ടിയാണ് ജനിക്കുകയാണെങ്കിൽ പിന്നെ ആ സ്ത്രീക്ക് ആ കുടുംബത്തിൽ വളരെ വലിയ ഒരു ശക്തിയാണുള്ളത്. അത് ഒരു മദർ ആൻഡ് സൺസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫാമിലി ആയിട്ട് മാറും. അവിടെ അവർ ഒരു രാജ്ഞിയെ പോലെയാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. പിന്നെ Taiwanese wife become a mother-in-law, she achieves the greatest power and status within her husband's household. തായ്വാൻസ് വൈഫ് ബിക്കംസ് എ മദർ-ഇൻ-ലോ. ഇനി അവരൊരു മദർ-ഇൻ-ലോ ആയിക്കഴിഞ്ഞാൽ ഷീ അച്ചീവ്സ് ദ ഗ്രേറ്റസ്റ്റ് പവർ, ഏറ്റവും വലിയ പവർ തന്നെ അവർക്ക് കിട്ടും. അതുപോലെ സ്റ്റാറ്റസും വിത്തിൻ ഹെർ ഹസ്ബൻഡ്സ് ഹൗസ് ഹോൾഡ്, ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ അവർ ഒരു മദർ-ഇൻ-ലോ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശക്തിയും സ്റ്റാറ്റസും ഒന്നും വേറെ തന്നെയാണ്. വ്യൂ ഓഫ് ഏഞ്ചൽസ് ലിയോകോക്ക്. According to Angels Leacock, the early communal society was self-sufficient. അപ്പോൾ ഏർലി കമ്മ്യൂണൽ സൊസൈറ്റി ഏഞ്ചൽസ് ലിയോകോക്കിൻ്റെ അഭിപ്രായത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. അവരുടെ കാര്യങ്ങൾ അവിടെ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യവും നേടാനും നടത്താനുമുള്ള കഴിവ് ആ സൊസൈറ്റി തന്നെ ഉണ്ടായിരുന്നു. മെൻ ആൻഡ് വുമൺ വർക്ക് ടുഗെദർ ആൻഡ് നൈദർ ഓഫ് ദം വർ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ. അവിടെ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജോലി ചെയ്യും. ആരും ഒരാളെ മറ്റൊന്ന് ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ടതില്ല. അവർ പരസ്പരം ഒന്നിച്ചങ്ങ് മുന്നോട്ട് പോകും. ദസ് ദെയർ വാസ് എ റെസിപ്രോക്കൽ ഡിവിഷൻ ഓഫ് ലേബർ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെസിപ്രോക്കൽ ഡിവിഷൻ ഓഫ് ലേബർ ആണ് നിലനിന്നിരുന്നത്. ഓൾസോ ദെയർ വാസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ പബ്ലിക് വേൾഡ് ഓഫ് മെൻസ് വർക്ക് ആൻഡ് പ്രൈവറ്റ് വേൾഡ് ഓഫ് വുമൻസ് ഹൗസ് ഹോൾഡ് വർക്ക്. അവിടെ പുരുഷൻ്റെ പബ്ലിക്കായിട്ടുള്ള വർക്കെന്ന് അല്ലെങ്കിൽ സ്ത്രീയുടെ കുടുംബത്തിലെ ജോലി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, അങ്ങനെയുള്ളൊരു ധാരണയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബോത്ത് ദ സെക്സസ് പ്രൊഡ്യൂസ്ഡ് ദ ഗുഡ്സ് നെസസറി ഫോർ ലൈവ്ലിഹുഡ്. അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ഉപജീവനത്തിനായിട്ട് രണ്ടു കൂട്ടരും ഒരുപോലെ വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ദസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി, അപ്പോൾ ഇതുപോലെയുള്ള സൊസൈറ്റിയിൽ ഗുഡ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ഫോർ കൺസപ്ഷൻ ടു സാറ്റിസ്ഫൈ എവരിഡേ നീഡ്സ്. ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഉപഭോഗത്തിന് ആവശ്യമുള്ളതുമായിട്ടുള്ള ഫുഡ്സാണ് ഇങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ കുടുംബത്തിൽ മാത്രം ഉപയോഗിക്കുക, അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ ആസ് ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ബിഗാൻ, ഗുഡ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ. കൺസെപ്റ്റ് ഓഫ് ട്രേഡ് ഇൻ ആൻഡ് എക്സ്ചേഞ്ച് ബിക്കെയിം കോമൺ. അപ്പോൾ പിന്നീട് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തോടു കൂടി പ്രൊഡക്ഷൻ കൂടി വന്നപ്പോഴേക്കും ട്രേഡിങ് ആൻഡ് എക്സ്ചേഞ്ച് ബിക്കം കോമൺ. അപ്പോൾ കച്ചവടം അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്നൊക്കെയുള്ള ആ സിസ്റ്റമൊക്കെ അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. സ്ലോലി ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ് ദ ക്യാപിറ്റലിസ്റ്റ് സ്റ്റാർട്ടഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ വുമൺ വർക്കേഴ്സ്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം വർധനവ് പ്രൊഡക്ഷനിലുണ്ടായപ്പോൾ മുതലാളികൾ സ്ത്രീകളെയും അതുപോലെയുള്ള തൊഴിലാളികളെയും ചൂഷണം ചെയ്യാൻ തുടങ്ങി അവരുടെ വർധനവിനായിട്ട്. ദിസ് ലെഡ് ടു ദ ഐസൊലേഷൻ ഓഫ് ഫാമിലി ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ് ആൻഡ് ദ women were then confined to their families and thus the place of work and residence was separated. അപ്പോൾ ഇങ്ങനെ ആയപ്പോഴേക്കും the isolation of family a separate unit. അപ്പോൾ
ഫാമിലി ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയി. ആൻഡ് ദ വുമൺ വെയർ ദെൻ കൺഫൈൻഡ് ടു ദെയർ ഫാമിലീസ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്നുള്ള ഒരു സ്വഭാവം വന്ന് ദസ് ദ പ്ലേസ് ഓഫ് വർക്ക് ആൻഡ് റെസിഡൻസ് വാസ് സെപ്പറേറ്റഡ്. അപ്പോൾ പ്ലേസ് ഓഫ് വർക്കും അതുപോലെ റെസിഡൻസും തമ്മിൽ വ്യത്യാസം അവിടെ അനുഭവപ്പെടാൻ തുടങ്ങി. Equality and inequality, the sexual division of labor and gender stratification. In most societies, certain tasks are predominantly assigned to men while others are assigned to women. മിക്കവാറും സൊസൈറ്റിയിൽ അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യേണ്ടത്, കുറേ സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇൻ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ കൾച്ചേഴ്സ് ഇറ്റ് യൂസ് ടു ബി കൺസിഡേർഡ് നാച്ചുറൽ ഫോർ മെൻ ടു ബി ദ ഫാമിലി ബ്രെഡ് വിന്നേഴ്സ്. അപ്പോൾ യൂറോപ്യൻ അതുപോലെ അമേരിക്കൻ കൾച്ചേഴ്സിൻ്റെ ഒക്കെ അനുസരിച്ച് ഇത് നാച്ചുറൽ ആണെന്ന്. ബ്രെഡ് വിന്നർ പുരുഷന്മാരും വുമൺ വെർ എക്സ്പെക്റ്റഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹോം ആൻഡ് റൈസ് ദ ചിൽഡ്രൻ. സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളെ വളർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കുള്ളതാണെന്നുള്ള ഒരു ധാരണ. ആൻഡ് അണ്ടർലൈയിങ് അസംപ്ഷൻ ഓഫ് ദിസ് ഡിവിഷൻ ഓഫ് ലേബർ വാസ് ദാറ്റ് മെൻ വെർ ഡൊമിനന്റ് ബിക്കോസ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് ദ ഫാമിലി വാസ് മോർ സിഗ്നിഫിക്കൻറ്റ് ദാൻ ദാറ്റ് ഓഫ് ദ വുമൺ. അപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്നത് പുരുഷനാണെന്നുള്ളത് കൊണ്ടാണ് പുരുഷന് ഇങ്ങനെ മേധാവിത്വം കൂടുതൽ കൊടുക്കാൻ കാരണം. വുമൺ വെർ ഡിപ്പെൻഡൻ്റ് ഓൺ മെൻ. അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെ അവരുടെ കാര്യങ്ങൾക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. ദെയർഫോർ ഓട്ടോമാറ്റിക്കലി സബോർഡിനേറ്റഡ് ടു ദം. അങ്ങനെ പുരുഷനെ തൻ്റെ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ത്രീ അവരുടെ പുരുഷനേക്കാളും സബോർഡിനേറ്റ് ആയിട്ട് മാറി. ദ നാച്ചുറൽനെസ് ഓഫ് ദിസ് ഡിവിഷൻ ഓഫ് ലേബർ ഹാസ് ബീൻ കോൾഡ് ഇൻ ടു ക്വസ്റ്റ്യൻ ആസ് വുമൺ ഇൻക്രീസ്ലി എൻ്റർ ദ ലേബർ ഫോഴ്സ്. അപ്പോൾ ഈ സ്ത്രീകൾ കൂടുതലായിട്ട് തൊഴിലിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഈ നാച്ചുറൽനെസ് അല്ല ഡിവിഷൻ ഓഫ് ലേബർ ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നു. ഹവർ ഹാസ് ദിസ് സിഗ്നിഫിക്കൻ്റ്ലി ഓൾട്ടേർഡ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ വിത്തിൻ ദെയർ ഫാമിലീസ് ആൻഡ് ഇൻ ദ വൈഡർ സൊസൈറ്റി, ഓർ ഹാസ് ഇറ്റ് സിംപ്ലി മീൻ ദാറ്റ് വുമൺ ആർ നൗ വർക്കിംഗ് എ ഡബിൾ ഡേ. ഇപ്പോൾ സ്ത്രീകൾക്ക് ജോലി കിട്ടി, പക്ഷെ അവരുടെ സ്റ്റാറ്റസ് വർദ്ധിച്ചെന്നോ അല്ലെങ്കിൽ അവർക്ക് അധികാരങ്ങൾ കൂടി എന്ന് പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ അവരുടെ ജോലി ഡബിളായി. വീട്ടിലെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം, പുറത്തുപോയി ജോലിക്ക് പോകാം, പക്ഷെ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അവരുടെ വർക്കിംഗ് എ ഡബിൾ ഡേ വർക്കായിട്ട് മാറി. ഇനി അതുപോലെ തന്നെ ഒരേ വർക്ക് രണ്ടുപേരും ചെയ്യണമെങ്കിൽ ഇഫ് എംപ്ലോയ്മെന്റ് എൻഹാൻസസ് ദ സോഷ്യൽ പൊസിഷൻ ഓഫ് വുമൺ, വൈ ഈസ് ഇറ്റ് ദാറ്റ് വുമൺ സ്റ്റിൽ ഏൺ ഓൺലി 65% ഓഫ് വാട്ട് മെൻ ഏൺ ഫോർ ദ സെയിം വർക്ക്? ഒരേ വർക്കിന് പുരുഷന് ലഭിക്കുന്നത് എന്താണ്, അതിലൊരു 65% ആണ് മിക്കവാറും സ്ത്രീകൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സോഷ്യൽ പൊസിഷൻ അവർ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നന്നായെന്ന് കൂടുതൽ മെച്ചപ്പെട്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരേ ജോലിക്ക് 2 കൂലിയാണ് സമാജം നൽകുന്നത്. അപ്പോൾ പുരുഷനും സ്ത്രീക്കും അവിടെയും ഒരു വകഭേദം കാണിക്കുന്നുണ്ട്. സ്ത്രീക്ക് കുറവും പുരുഷന് കൂടുതലുമായിട്ടുള്ള സാലറിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ പൊസിഷൻ നന്നായെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന്. വാട്ട് പ്രിസൈസ്ലി ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്കണോമിക് റോൾസ് ഓഫ് വുമൺ ആൻഡ് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷൻ? ക്രോസ് കൾച്ചറൽ റിസർച്ച് ഓൺ ദ സെക്ഷുവൽ division of labor attempt not only to describe the range of women's productive activity in societies with different modes of subsistence, but also to assess the implication of these activities on the status of women. In the cultural construction of gender, we will live in a world of symbols that assign meaning and value to the categories of male and female. മെയിലും ഫീമെയിലും ചില ഒരു ഡിഫറൻസ് മീനിങ് മീൻ ചെയ്തിട്ടുണ്ട്, ഒരു വാല്യൂസ് രണ്ടു കൂട്ടർക്ക് നൽകിയിട്ടുണ്ട്. ഡിസ്പൈറ്റ് സെവറൽ ഡിക്കേഡ്സ് ഓഫ് കോൺഷ്യസ്നസ് റൈസിംഗ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ ദ പ്രിന്റ് മീഡിയ പെർപിച്വേറ്റ് സെക്ഷൽ സ്റ്റീരിയോടൈപ്സ്. ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിഭിന്ന രാജ്യങ്ങൾ അവരുടെ പരസ്യങ്ങളിൽ മിക്കവാറും സ്ത്രീകളെ ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹൗസ് ബ്യൂട്ടിഫുൾ ആഡ്സ് ആർ ലെസ് പ്രൊമിനൻ്റ് ആസ് വുമൺ ആർ ഇൻക്രീസിംഗ്ലി ഷോൺ ഇൻ വർക്ക് പ്ലേസ് കോണ്ടെക്സ്റ്റ്. ബോഡി ബ്യൂട്ടിഫുൾ മെസ്സേജ് കണ്ടിന്യൂ ടു ബി ട്രാൻസ്മിറ്റഡ്. അപ്പം ഇങ്ങനെ പല കാര്യത്തിനുമായിട്ടും സ്ത്രീകളെ ഒത്തിരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുരോഗതി അവർക്ക് കിട്ടണില്ല, അതുപോലെ ഒരു പ്രസ്റ്റീജും അവർക്ക് ലഭിക്കുന്നില്ല. ആർഗ്യൂസ് ദാറ്റ് വുമൺ ബിക്കോസ് ഓഫ് ദെയർ റീപ്രൊഡക്റ്റീവ് റോൾസ് ആർ യൂണിവേഴ്സലി വ്യൂഡ് ആസ് ബീങ് ക്ലോസർ ടു നേച്ചർ വൈൽ മെൻ ആർ ലിങ്ക്ഡ് വിത്ത് കൾച്ചർ. അപ്പോൾ ഒരു കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ അതിങ്ങനെയാണ് നൽകപ്പെടുന്നത്. ആർഗ്യൂസ് ദാറ്റ്
വുമൺ ബിക്കോസ് ഓഫ് ദെയർ റീപ്രൊഡക്റ്റീവ് റോൾസ്, അവരുടെ റീപ്രൊഡക്റ്റീവ് റോൾസ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൾച്ചർ നേച്ചറുമായിട്ട് പ്രകൃതിയായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. വൈൽ മെൻ ആർ ലിങ്ക്ഡ് വിത്ത് കൾച്ചറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് പുരുഷനെയും, സ്ത്രീനെ പ്രകൃതിയായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പ്രകൃതി എത്ര കാര്യങ്ങളല്ലേ, പ്രകൃതി ഇപ്പോൾ ഒത്തിരി സഹിക്കേണ്ടതായിട്ട് വന്നു. തീരെ സഹനം മുട്ടുമ്പോഴാണ് സുനാമി അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിയിൽ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത്തരം പ്രകൃതി സഹിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്ത്രീയെ ഒരു പ്രകൃതിയുടെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഭാരങ്ങൾ കൂടിയാണ് വരുന്നത്. നിവർത്തിയില്ലാണ്ട് വരുമ്പോഴാണ് പൊട്ടിത്തെറിക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം വന്നു ചേരുക. അപ്പോൾ ആ സ്പീഡ് ബീയിങ് ക്ലോസർ ടു നേച്ചർ വൈൽ മെൻ ആർ ലിങ്ക്ഡ് വിത്ത് കൾച്ചർ. അപ്പൊ സ്ത്രീനെ പ്രകൃതിയോടും പുരുഷനെ കൾച്ചറിനോടുമാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഷീ ഡിഫൈൻസ് കൾച്ചർ ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്, including the product of the same like technology which is used to control and harness nature. That which is culture and subject to human manipulation is assigned more worth than that which is natural. Hence, woman and woman's role are degraded or devalued whether explicitly or implicitly. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വിചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വുമൺസിൻ്റെ റോൾ എപ്പോഴും ഡീഗ്രേഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഡീവാല്യൂഡ്, ഡീഗ്രേഡ് അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഇനി വുമൺ ആൻഡ് ഡൊമസ്റ്റിക് വർക്ക്. In virtually all countries and among all classes, women have lost ground relation to men. Oakley reports that one of the features of the housewifery that women value is the feeling of autonomy. അപ്പോൾ സ്ത്രീകൾ കൂടുതലും ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അത് സ്ത്രീകളാണ്. അത് അവരുടെ ഒരു ഓട്ടോണമി ആയിട്ടാണ് കരുതുന്നത്. ജസ്റ്റ് ബിക്കോസ് ഹൗസ് വൈഫ്സ് എക്സ്പ്രസ് ദെയർ എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് എൻജോയിങ് ബീങ് ദെയർ ഓൺ ബോസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദെയർ കണ്ടീഷൻ ഓഫ് വർക്ക് ക്യാൻ ബി അനലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി. ഇത് ഇങ്ങനെ വിചാരിക്കാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്ലി സ്ത്രീകൾ കൂടുതലും ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ശക്തി പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ പ്രത്യേക കാര്യം there is the prescription of certain kinds of feed for certain occasions. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഒക്കേഷനും ഓരോ സംഗതികളാണ് ഉണ്ടാക്കുക. സെക്കൻഡ്ലി the food is to be ready within a specific time. അപ്പോൾ സ്ത്രീകൾ അത് നേതൃത്വം എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ പല വിഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇത് വിത്തിൻ ടൈംലി ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിലും അതിനുള്ള കഴിവും സ്ത്രീകൾക്കാണ്. തേർഡ്ലി ദ കൺട്രോൾ ഈസ് എക്സേർട്ടഡ് ബൈ ദ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ വിച്ച് ഡിക്റ്റേറ്റ് ദ എക്സാക്ട് വേരിയൻറ്റ് ഓഫ് ദ ഡിന്നർ ടു ബി സെർവ്ഡ്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഡിന്നർ സെർവ് ചെയ്യുമ്പോൾ ആരാണ് യൂസ് ചെയ്യണത് അയാളുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ പറയുക. അപ്പോൾ വുമൺ ആൻഡ് ഡൊമസ്റ്റിക് വർക്ക് അങ്ങനെയാണ്. ഡൊമസ്റ്റിക് വർക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ and urbanization. On the other hand, working couple in an urban society. ഇപ്പോൾ അർബൻ സൊസൈറ്റിയിലാണെങ്കിൽ വർക്കിംഗ് കപ്പിൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്തും സഹായിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ നമുക്ക് കാണാം. ഹാവ് ലേൺ ടു ഷെയർ ആൻഡ് കോപ്പറേറ്റ് ഇൻ മെനി വേസ്. മെൻ ഹൂസ് വർക്ക് ഷിഫ്റ്റ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ദെയർ വൈഫ്സ് ഓഫൺ കെയർഡ് ഫോർ ചിൽഡ്രൻ വൈൽ ദെയർ വൈഫ്സ് വർക്ക്. അപ്പോൾ ഇനി രണ്ടുപേരുടെയും വർക്ക് ഷിഫ്റ്റിൻ്റെ സമയം വ്യത്യസ്തങ്ങളാണെങ്കിൽ സ്ത്രീ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് പുരുഷനാണ് വീട്ടിലുള്ളതെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ പുരുഷന്മാർ ചെയ്യാറുണ്ട്. അത് ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ആണ്. ഹസ്ബൻഡ്സ് ഓൾസോ ഹെൽപ്പ് ദെയർ വൈഫ്സ് വിത്ത് ദ ഹൗസ് ഹോൾഡ് ചോറസ് ബട്ട് ദ സബ്റ്റൈൽ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ ടു സെക്സസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹസ്ബൻഡ് മിക്കവാറും സ്ത്രീകളെ ഇപ്പോൾ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വിവേചനം ഇപ്പോഴും ആ രണ്ട് സെക്സുകളുടെ ഇടയിലുള്ള സമൂഹത്തിലുള്ള വിവേചനം ഇപ്പോഴും നിലനിന്നുകൊണ്ട് തന്നെ പോവുകയാണ് മുന്നോട്ട്. Let us sum up. In this unit, we have seen how there is gender bias or subtle discrimination against women in various fields in the different parts of the world, mainly in patriarchal societies which serve the interest of the male sex. ഇനി ഇതിൽ വന്നിരിക്കുന്ന കീവേഡ്സ് സ്റ്റീരിയോ ടൈപ്പ്. ഈ കീവേഡ്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കുക. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ഫോം,
ഒരു സ്ഥിര രൂപം, ക്യാരക്ടർ, ഒരു ഇമേജ് നൽകുക. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രൂപം നമ്മൾ നൽകുന്നു, ഒരു ഇമേജ്, അവർ അങ്ങനെയാണ് അതുപോലെയാണ് എന്നുള്ള ഒരു ധാരണ, അത് മുൻകൂട്ടി ഒരു ധാരണ ഉള്ളിൽ സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ മെയിൽ ഹെഡഡ് ഫാമിലി ആൻഡ് ദ ഡിസെൻഡ് റെക്കൺഡ് ഇൻ ദ മെയിൽ ലൈൻ. അപ്പം മെയിൽ ഹെഡഡ് ഫാമിലിയാണ്, അവിടെ പുരുഷ മേധാവിത്വമാണ്. അതുപോലെ പിൻഗാമിയെ അറിയപ്പെടുന്നതും മെയിൽ ലൈനിൽ കൂടിയാണ്. ഇനി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ദ ബേസിക് സോഷ്യൽ പ്രോസസ് ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിക്കം ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ സോഷ്യൽ ഗ്രൂപ്പ് ബൈ ലേണിംഗ് ദ ഗ്രൂപ്പ്സ് കൾച്ചർ ആൻഡ് ഹിസ് റോൾ ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ അവനൊരു വെറുതെ ഒരു ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു ജീവിയാണ്. പക്ഷെ പിന്നീടാണ് ഫാമിലിയിൽ നിന്ന്, പിന്നെ അവൻ്റെ പരിസ്ഥിതികളിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, അങ്ങനെ പല പല ജോലി സ്ഥലത്ത് നിന്ന് പല കാര്യങ്ങളും ഗ്രഹിച്ച് മുന്നോട്ട് പോവുക. അപ്പം അതിന് ആ പ്രക്രിയനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് സോഷ്യൽ പ്രോസസ് ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിക്കം ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പിലേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആകുന്ന ആ ട്രെൻഡിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൊസൈറ്റിക്ക് അനുരൂപമായിട്ടുള്ള അതിൻ്റെ കൾച്ചർ എന്താണ്, ഒരാൾ ചെയ്യേണ്ട റോൾ എന്താണ്, അതൊക്കെ മനസ്സിലാക്കി അതിന് അനുരൂപമായിട്ട് സമൂഹത്തിന് അനുരൂപനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു കുഞ്ഞ് വളർന്നു വലുതായി വരുന്ന ആ പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനിച്ചാൽ മരിക്കുന്നവരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ. ഇനി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി വേർ ദ ഓക്കുപ്പേഷൻ ഈസ് ഗ്രോയിങ് ഫ്ലവേഴ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ആൻഡ് പ്ലാന്റ്സ്. ഫ്രൂട്ട്സ്, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ഒക്കെ വളർത്തുന്ന ആ ജോലിയുള്ള സൊസൈറ്റിനെയാണ് അതിനെയാണ് ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഡെമോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ സ്റ്റഡിങ് ദ സയൻസ് ഡീലിംഗ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സൈസ്, ബർത്ത്, ഡെത്ത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന അതിനെയാണ് ഡെമോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സൺ സ്റ്റഡിങ് ദ സയൻസ് ഡീലിംഗ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ സൈസ്, ബർത്ത്, ഡെത്ത് ഒക്കെ അടങ്ങിയിരിക്കും. അപ്പം ആ സയൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പേഴ്സണെയാണ് ഡെമോഗ്രാഫേഴ്സ് എന്ന് പറയണത്. ഇനി അടുത്തത് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെത്ത് റേറ്റ്. ഇനി ബയസ് എന്ന് പറഞ്ഞാൽ പാർഷ്വാലിറ്റി, പ്രിജുഡീസ്, ലേണിംഗ് ഓഫ് ഡൈ മൈൻഡ് ആൻഡ് ഒപ്പീനിയൻ ബിഫോർ ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. ഒരു കാരണം ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക, അത് അങ്ങനെ പറയുന്നതിന് നമ്മൾ പാർഷ്വാലിറ്റി അല്ലെങ്കിൽ പ്രിജുഡൈസ്, ബയസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇവിടെ ഓരോ ചെക്ക് യുവർ പ്രോഗ്രസ് കൊടുത്തേക്കണ ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പ്രത്യേകം നോക്കിക്കുക. ഈ ലെസണിൽ നിന്ന് വേണമെങ്കിൽ എസ്സേയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് ജെൻഡറും ഒരു കാരണമാണ്. അപ്പോൾ ജെൻഡർ മൂലം എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടി മനസ്സിലാക്കിയത്. ജെൻഡറും അതിൻ്റെ ഇൻഇക്വാലിറ്റി വരുമ്പോഴാണ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷന് കാരണമായിട്ട് ജെൻഡർ എങ്ങനെയാണ് കാരണമാകുന്നതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഞാൻ ചെക്ക് യുവർ പ്രോഗ്രസ് 2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇൻ ദ റൂറൽ നോർത്ത് ഇന്ത്യ ദർ ഈസ് എ സ്ട്രോങ് പ്രിഫറൻസ് ഫോർ സൺസ്. റൂറൽ നോർത്ത് ഇന്ത്യയിൽ സ്ട്രോങ് പ്രിഫറൻസ് എപ്പോഴും സൺസിനാണ് കൊടുത്തിരുന്നത്. ആൺമക്കൾക്കാണ് കൂടുതൽ സ്ഥാനവും പ്രിഫറൻസും ഒക്കെ കൊടുത്തിരുന്നത്. സൺസ് ആർ കൺസിഡേർഡ് ആസ് എക്കണോമിക് അസറ്റ്സ്. എന്തുകൊണ്ടാണ് ആൺകുട്ടികളെ എക്കണോമിക് അസറ്റ്സ് ആയിട്ടാണ് അവിടെ പരിഗണിച്ചിരുന്നത്. ദേ ആർ നീഡഡ് ഫോർ ഫാമിങ്. കൃഷി ചെയ്യാൻ അവർ വേണം. ഫോർ ഇൻകം ത്രൂ റെമിറ്റൻസ് ഇഫ് ദേ ലീവ് ദ വില്ലേജ്. വില്ലേജിൽ നിന്ന് പുറത്തു പോയാലും തന്നെ മാസം ശമ്പളം വീട്ടിലേക്ക് അയക്കുന്ന ഒരു ട്രെൻഡ് അത് അവരാണ് ചെയ്യണത്. സൺസ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ലോക്കൽ പവർ സ്ട്രഗിൾ. ലോക്കൽ പവർ സ്ട്രഗിളിലും അവർക്ക് ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. സൺസ് സ്റ്റേ വിത്ത് ദെയർ പാരൻസ് ആഫ്റ്റർ ദെയർ മാരേജ് ആൻഡ് മെയിൻറ്റെയിൻ ദ പാരൻസ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അപ്പോൾ സൺസ് കല്യാണം കഴിഞ്ഞാലും അച്ഛനും അമ്മയുടെ ഒപ്പം താമസിക്കുന്നതുകൊണ്ട് അവരുടെ ആ വയസ്സാം കാലത്ത് അവർക്കൊരു രക്ഷയാവും. സൺസ് ബ്രിങ് ഡവറീസ് വിത്ത് ദെയർ ബ്രൈഡ്സ്. അതുപോലെ തന്നെ സൺസ് വിവാഹം കഴിഞ്ഞാൽ അവരോടൊപ്പം സ്ത്രീയെ കൊണ്ടുവരുന്നതിനോടൊപ്പം സ്ത്രീധനവും കൊണ്ടുവരും. സൺസ് ആർ ഓൾസോ നീഡഡ് ടു പെർഫോം റിച്വൽസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഫാദർ. ഫാദറിൻ്റെ മരണശേഷം
ക്രിയകൾ ചെയ്യാനായിട്ട്, മരണാനന്തര ക്രിയകൾ ചെയ്യാനും സൺസിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദ നോർത്ത് ഇന്ത്യ ദർ ഇസ് എ സ്ട്രോങ് പ്രിഫറൻസ് ഫോർ സൺസ് എന്ന് പറയാൻ കാരണം. പിന്നെ ഏഞ്ചൽ ലിയോകോക്ക് observed that in early communal society, the division of labor between the sexes was reciprocal and the wife and the children were not dependent on the husband. Distinction did not exist between a public world men's work and private world of women's household services. But the large collective household was the community and both the sexes worked to produce good necessary for livelihood. The exploitation of women began with the emergence of individual family as an isolated unit, and women labor was considered as private service in the context of the family. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് പലപ്പോഴായിട്ട് നമ്മൾ മറ്റ് ലെസണിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നേരത്തെ പലതിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എളുപ്പമായിട്ടുള്ളതാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ പരീക്ഷയ്ക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്.